ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്കിന്ന് എൻ്റെ ശബ്ദത്തോടൊപ്പം ഇന്ന് ഭഗവാനെ കാണാൻ പോണ്ടേ. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്, ഒക്ടോബർ 30. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. തുലാം മാസത്തിലെ തിരുവോണമാണ്. ഒക്ടോബർ 30 വ്യാഴാഴ്ചയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണനെ കാണാൻ പോകുമ്പോൾ കുറച്ച് പ്രത്യേകതയുണ്ട് അല്ലേ. സത്യത്തിൽ ഞാൻ എല്ലാവരെയും ഇന്നത്തെ ദിവസം ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് പതിവ്. പക്ഷേ ഞാനിന്ന് എന്താ ചെയ്യുന്നത്, ഞാനിന്ന് ഭഗവാന്റെ അടുത്ത് നേരിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ കളിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ കണ്ണനും ചിരിക്കുന്നു. പ്രത്യേകതയിൽ ഞാനിന്ന് പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. ഭഗവാനെ കാണണം. ഇന്നത്തെ ആ ദിവസത്തിൽ ഭഗവാന്റെ അടുത്തെത്തണം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, പിന്നെ കണ്ണനെ കാണണം. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുമ്പോൾ അവിടെ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കും നടുവിലത്തെ ഇലയായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. പക്ഷെ എനിക്ക് മാത്രം എന്തോ കണ്ണൻ തുമ്പലയാണ്, നക്കില എന്നൊക്കെ പറയും, തുമ്പലയാണ് എനിക്ക് വേണ്ടി ആ റോയിൽ ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ ഇരുന്നു, എന്നോടൊപ്പം തമ്പുരാട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചു. നല്ല ഭഗവാന്റെ സദ്യ അങ്ങനെ കഴിക്കാൻ സാധിച്ചു. എൻ്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത്, രസകാളനായിരുന്നു എനിക്കിഷ്ടം. അതുപോലെ തന്നെ അത് തന്നെയായിരുന്നു ഇന്നത്തെ ഭക്ഷണവും. അങ്ങനെ പിന്നെ ഓരോന്നോരോന്നായിട്ട് പറയാം, കുറച്ച് സമയം അങ്ങനെ പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അങ്ങനെ അവസാനം പായസം കൂടി കിട്ടിയപ്പോൾ, ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം കൂടി കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സത്യത്തിൽ കണ്ണൊക്കെ നിറഞ്ഞുപോയി. കണ്ണൻ എത്രമാത്രം നമ്മളോരോരുത്തരെയും അറിയുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്നേ അറിഞ്ഞവനാണ് കണ്ണനല്ലേ. നമ്മളെ ഓരോരുത്തരെയും എപ്പോഴേ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ദിവസവും ജനന ദിവസവും സമയവും തീയതിയും മാസവും ഡേറ്റും ഒക്കെ ഭഗവാൻ എത്ര കണ്ട് മുന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെ എത്താനായിട്ട് ഞാൻ എടുക്കുന്ന എഫേർട്ട് വല്ലാത്തൊരു എഫേർട്ടാണ്. ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തുന്നത് എളുപ്പം കൊണ്ട് എനിക്ക് എത്താൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ കണ്ണൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി, അങ്ങനെ മനസ്സിന് വല്ലാത്ത കുളിരായിരുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഇനി നമുക്ക് ശ്രീലകത്തേക്ക് പോകണ്ടേ. എല്ലാവരെയും കൊണ്ട് ഞാനും നിങ്ങളെ ഒപ്പം തന്നെ എൻ്റെ ശബ്ദത്തോടു കൂടി എല്ലാവരെയും ശ്രീലകത്തേക്ക് കൊണ്ടുപോവാണ്. പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കാണണ്ടേ. ആ പൊന്നോടെ കുഴലൂതിക്കൊണ്ട് തൃക്കാലിങ്ങനെ പിണച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണല്ലേ. നമ്മൾ ഓരോരുത്തരെയും ശ്രീലകത്തേക്ക് വരുന്നത് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ അതിമനോഹരമായ ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് നമ്മളിങ്ങനെ കാണാണ്. ആ ശ്രീലകത്ത് നമ്മൾ എത്തുകയാണ്. അപ്പോഴാണ് പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടെ കുഴലൂതിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ ഭാവത്തെ നമ്മൾ കാണുന്നത് അല്ലേ. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ചത് ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ പൊന്നോടക്കുഴൽ വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ, എൻ്റേതല്ല, എല്ലാവർക്കും മനസ്സിൽ സമാധാനവും സംഗീതവും ഇങ്ങനെ ഭഗവാന്റെ ആ സപ്തസ്വരങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ എത്തുകയാണല്ലേ. എല്ലാവരുടെ മനസ്സിലേക്കും ആ സ്വരമാധുര്യം, ഭഗവാന്റെ പൊന്നോടക്കുഴലിൽ നിന്ന് വരുന്ന ആ സപ്തസ്വരമാധുര്യം എല്ലാവരിലേക്കും എത്താൻ സാധിക്കട്ടെ. എല്ലാവരും കേൾക്കാട്ടോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഓടക്കുഴൽ വിളിനാദം നമ്മുടെ മനസ്സിൽ വന്ന് നിറയട്ടെ. എല്ലാവർക്കും ആനന്ദവും സന്തോഷവും പരത്തുന്ന ആ വേണുഗാനം നമ്മളിലേക്കും വന്ന് നിറയാണ് അല്ലേ. ഇന്നത്തെ ദിവസത്തിൻ്റെ ആ പ്രത്യേകതയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നിൽപ്പ് തന്നെ കണ്ടാലറിയാം. അതിമനോഹരമായിട്ട് വയറൊക്കെ നിറഞ്ഞ് നന്നായി പായസമൊക്കെ കുടിച്ച് ആ ഉച്ചപൂച്ച നട അടച്ച് നട തുറന്നതിന് ശേഷം പൊന്നുണ്ണിക്കണ്ണൻ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കാനായിട്ട് ശ്രീലകത്ത് നിൽക്കുന്ന കാഴ്ച എന്തൊക്കെയാണ്. പൊന്നുണ്ണിക്ക് അരമണിക്ക് ഇങ്ങനെ കാൽത്തിളകൾ, അതേപോലെ തന്നെ പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. മയിൽപ്പീലിയൊക്കെ ചാർത്തിയിട്ട് പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടമാല, വനമാല, തുളസി, തെച്ചി, താമര ഇതളൊക്കെ ആയിട്ട്
വനമാലയൊക്കെ ഉണ്ടമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അതിമനോഹരമായ മാല ചാർത്തിയിരിക്കുന്നു. പിന്നെ ഗോപി ചന്ദനക്കുറിയൊക്കെ നെറ്റിയിലും നെഞ്ഞത്തും രണ്ട് കൈയിലും തൊട്ടിട്ടുണ്ട്. ഒടിയാണൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. കയ്യിലെ കാൽത്തളകളും തോൾവളകളും കുണ്ടലങ്ങളും അതിമനോഹരമായ കമ്മലും 3-4 വജ്രമാലകളൊക്കെ ആയിട്ട് കഴുത്തിലിങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് മാലകളൊക്കെ ആയിട്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ കണ്ണനിങ്ങനെ നിന്ന് തിളങ്ങുന്ന ഒരു ഭാവമാണല്ലേ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ശ്രീലകത്തേക്ക് തന്നെ നോക്കട്ടോ. ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ സാധിച്ച, ഇതുപോലെ ഇങ്ങനെ ആ വേണുഗാനത്തിൽ കാണാൻ സാധിച്ച നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ മനസ്സിൽ വന്ന് നിറയട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ ഒരു സ്നേഹവും സന്തോഷം, കണ്ണൻ തരുന്ന ആനന്ദം നമ്മുടെ എല്ലാവരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഞാനും നിന്നു അതുപോലെ. അപ്പോൾ ആദ്യം നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അങ്ങോട്ട് കാണില്ല. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് തവണ അങ്ങനെ പോകുന്നുണ്ട്, ഭഗവാനെ കാണാൻ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ശ്രീലകത്തുള്ള കണ്ണനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു നിഴൽ പോലെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. പക്ഷേ കണ്ണൻ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഉച്ചപൂജ അലങ്കാരം പറയുമ്പോൾ കാഴ്ചയില്ലാത്ത ഒരാളാണ് പറയുന്നത് എന്ന് പോലും നിങ്ങൾക്ക് തോന്നില്ല. ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശുദ്ധമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രം. അങ്ങനെ ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാനെ ഇങ്ങനെ കണ്ട് ഞാൻ പറയാണ്, കണ്ണാ ഞാൻ എന്ത് കാണാനാ കണ്ണനെ, ഞാൻ കാണുന്നില്ല, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ജോലിക്കാരൻ പറയുന്നത്. ഈ അമ്മയെ ഭഗവാന്റെ തൃപ്പടിയിലെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, തൊട്ടടുത്ത് ചങ്ങലയൊക്കെ ഊരി വെച്ച് എന്നെയും എൻ്റെ കൂടെ ഒരു അച്ഛനും, ആ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റാണ്. അവർ ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. ഞാൻ അവരെ ഇങ്ങനെ എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ശരിക്കും അവിടെ തന്നെ എനിക്ക് ശ്രീലകത്ത് കാണാൻ, ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ആ അച്ഛനെയും എൻ്റെ കൂടെ കൂട്ടി അങ്ങനെ ഞാൻ ആ ഭഗവാന്റെ തൊട്ടു മുന്നിൽ ഞാനും ആ അച്ഛനും ഒരുമിച്ച് നിന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ കണ്ണനെ കാണാണ്. തൊട്ടടുത്ത് കാണുന്ന കണ്ണനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. തുള്ളിച്ചാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ണനെ കാണുന്ന ആ പൊന്നോടക്കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന തൃക്കാൽ പിണച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്ന ആ മനോഹരമായ കണ്ണൻ്റെ ആ കളഭച്ചാർത്തിൽ ഉദയാസ്തമന പൂജയുള്ളത് കൊണ്ട് ആ കളഭച്ചാർത്തിൽ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ചിരിച്ചുകൊണ്ട് കണ്ണാ കണ്ണാ എൻ്റെ കണ്ണാ കണ്ണാ എന്ന് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണാ ഇതാരാ വന്നിക്കുന്നത് നോക്കിയേ, കണ്ണാ ഒന്ന് നോക്കിയേ, കണ്ണാ ഇതാരാ വന്നിക്കുന്നത്, കണ്ണൻ്റെ അമ്മയല്ലേ, കണ്ണാ ഒന്ന് നോക്കൂ, കണ്ണാ 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 എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും. ഡിസ്റ്റർബൻസ് ആയോന്നറിയില്ല. സത്യത്തിൽ അതിൻ്റെ നമ്മുടെ ശ്രീലകത്ത് നിന്ന് തിരുമേനി ഇങ്ങനെ തലയിട്ട് പുറത്തേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. ഇതാരാണപ്പാ ഇങ്ങനെ കണ്ണനെ വിളിക്കുന്നത്? ഇത്രയും സ്നേഹത്തിൽ, ഇത്രയും സ്വന്തം മകനാണ്, എൻ്റെ കണ്ണനാണ്, എൻ്റെ പൊന്നുണ്ണിയാണ് എന്ന രീതിയിൽ ഇങ്ങനെ വളരെ അധികാരത്തോടുകൂടി വിളിക്കുന്നത് ആരാപ്പത് എന്ന ഭാവത്തിൽ കണ്ണൻ്റെ അമ്മ യശോദാമ്മ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കണ്ണനെ വിളിച്ചുകൊണ്ട് നിന്നു. ഏകദേശം ഒരു 5 മിനിറ്റോളം എനിക്കവിടെ നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായി, കണ്ണനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. മനസ്സ് നിറയുന്ന പോലെയായിരുന്നു കണ്ണനെ ഞാൻ കാണുന്നത്. അതിമനോഹരമായ ആ കളഭത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും സാമ്പ്രാണിയുടെയൊക്കെ ആ പുകയുന്ന ആ പുകയുടെ ആ നല്ല നറുമണം, തുളസിയുടെയും തെച്ചിയുടെയും താമരപ്പൂവിൻ്റെയും ഒക്കെ നറുമണം എന്നെയും അവിടെയുള്ള ശ്രീലകത്തുള്ള എല്ലാവരെയും, നിങ്ങളെ ഓരോരുത്തരെയും വലയം വെച്ചുകൊണ്ട് ആ ചുറ്റിത്തിരിഞ്ഞു വരുന്ന ആ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന കാറ്റ് എന്നെ തലോടിക്കൊണ്ട് കണ്ണനെ സ്പർശിച്ച ആ ചതുർബാഹുവായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനെ സ്പർശിച്ച ആ കാറ്റ് നമ്മൾ ഓരോരുത്തരെയും വന്ന് സ്പർശിച്ചുകൊണ്ട് നമ്മളെ മേല് തൊട്ടുരുമിക്കൊണ്ട് കണ്ണനതാ നമ്മളോട് പറയുന്നു, എന്നും കൂടെയുണ്ട് ഞാൻ, എപ്പോഴും ഞാൻ കൂടെയുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, കണ്ണൻ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. എപ്പോഴും നമ്മളെ അറിയുന്ന, ആകെ നമ്മളെപ്പോഴാണോ
നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നേ മനസ്സിലാക്കിയിരിക്കുന്നു കണ്ണൻ, എപ്പോഴേ അറിയുന്നു കണ്ണൻ. നമ്മളെ അറിയാനായിട്ട്, നമ്മളറിഞ്ഞുകൊണ്ട് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ, ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് ഞാൻ അവിടെ കണ്ടത്. പിന്നെ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, അതാ മോളുടെ വിളി കേട്ടിട്ട് കണ്ണൻ അതാ ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നി. കണ്ണൻ അതാ ശ്രീലകത്തുനിന്ന് ഇറങ്ങി വരുന്ന പോലെ എൻ്റെ അടുത്തേക്ക് ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴലൊക്കെ ഊതിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നതായിട്ട് ഞാനും കണ്ടു. ആ അച്ഛൻ അവർ ആലപ്പുഴയാണ് കേട്ടോ. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് നമ്പറൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് ശ്രീലകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം എവിടെയായാലും എൻ്റെ ശബ്ദം ഇങ്ങനെ എവിടേക്കൊക്കെയാണ് എത്തുന്നത് എങ്കിൽ ആ അച്ഛൻ്റെ ചെവിയിലും എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആ അമ്മയുടെ ചെവിയിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ്, ഭഗവാനെ കാണുമ്പോഴാണ് ആ അച്ഛൻ എന്നോട് ചോദിക്കുന്നത് മോൾ ആരാ എന്ന്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തമ്പുരാട്ടി പറയുന്നുണ്ടായിരുന്നു, ഈ സോഫിയാമ്മയാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഉച്ചപൂജ അലങ്കാരവും ബാക്കി വർണ്ണനകളും ഭഗവാന്റെ സ്പീച്ചസും ഒക്കെ പറയുന്ന ആളാണ് ഇയാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി മനസ്സിലാക്കാൻ എല്ലാവരും കൂടെയുള്ളവരെന്നെ തിരിച്ചറിയുന്നുണ്ട്. ചിലരൊക്കെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാൻ തന്നെയാണ് എന്നോടൊപ്പം ഈ ശബ്ദത്തിലും. എൻ്റെ ശബ്ദമാണെന്ന് മാത്രം, പക്ഷേ കണ്ണനാണ് കേട്ടോ എന്നോട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. കണ്ണൻ തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ ദർശനത്തിൽ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേയിൽ കണ്ണനെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ എന്നോടൊപ്പം എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ആ ദിവ്യ ദർശനം, പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യനാദം എല്ലാവരുടെ മനസ്സിലും വന്നു നിറയട്ടെ, എല്ലാവരുടെ കാതുകളിലും പുണ്യമായി തീരട്ടെ. നാരായണ നാമം എപ്പോഴും എല്ലാവരുടെ നാവിലും തത്തിക്കളിക്കട്ടെ, നിന്ന് വിളയട്ടെ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രീലകത്തുനിന്ന് പുറത്ത് കിടക്കാം. താമരക്കണ്ണനെ കാണുന്നുണ്ട്, മണിക്കിണർ കാണുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ എന്നോടൊപ്പം എത്തിയ എല്ലാവർക്കും, അതുപോലെ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഭഗവാന്റെ ദിവ്യമായ വേണുഗാനം കേൾക്കാൻ സാധിച്ച എല്ലാവർക്കും അതിമനോഹരമായ ഒരു ദിവസമാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനയാൽ കഴിയുന്ന, ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും താങ്ങാൻ പോലും പറ്റാത്ത ആരൊക്കെ ഉണ്ടല്ലേ, രോഗമായിട്ടും ദുരിതമായിട്ടൊക്കെയുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും ഒരു നേരമെങ്കിലും കണ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്കും എൻ്റെ ഈ ശബ്ദം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്കെല്ലാവർക്കും, രോഗാതുരിതരായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ നിത്യമായ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.